Hi friends, welcome to Aychus kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശമാവ് വെച്ചിട്ട് തേൻ മിഠായി തേൻ നിലാവ് എന്നൊക്കെ പറയില്ലേ അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ദോശമാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തേൻ നിലാവ് മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ തേനിലാവിൻ്റെ കളറായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിങ്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ഡ്രോപ്പ് ഇറ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ഡ്രോപ്പാണ് ഇറ്റിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നാൽ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്കിതുപോലെ തിരിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് വരും. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചിട്ട് ഈ പഞ്ചസാര ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വരണം. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടണ പോലെ ആവണം. ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ. ഒറ്റനൂൽ പരുവ ആവണതിൻ്റെ തൊട്ട് മുന്നായിട്ട് തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല പുളിയാവും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേനിലാവിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് ഇതിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്.
ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള തേൻ നിലാവ് മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ പഞ്ചസാര ക്രഷ് ചെയ്തതിൽ പുരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള തേൻ നിലാവ് മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ നിലാവ് മിഠായിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.